വിശദമായ വാർത്തകളിലേക്ക്. ഗുജറാത്തിലെ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 11 പേർക്ക് മരണം വരെ ജീവപര്യന്തം, 12 പേർക്ക് 7 വർഷം തടവ് ശിക്ഷ, ഒരാൾക്ക് 10 വർഷം തടവും ശിക്ഷ വിധിച്ചു. ആർക്കും വധശിക്ഷയില്ല. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ശിക്ഷാവിധിയുടെ പൂർണ്ണമായ വിവരം. മനു, 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ കൂട്ടക്കൊലക്കേസിൽ ഇപ്പോൾ 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും മറ്റ് 12 പ്രതികൾക്ക് 7 വർഷം തടവ് ശിക്ഷയുമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 10 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയില്ലെന്ന് കേസിൽ നേരത്തെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ പ്രതികൾക്ക് ഇപ്പോൾ മറ്റ് പ്രതികൾക്ക് വളരെ ചെറിയ ശിക്ഷ മാത്രം ലഭിക്കാനുള്ള ഒരു കാരണങ്ങളിൽ പ്രധാനമായി മാറിയത് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഏതായാലും ഈ കേസിൽ നിയമ പോരാട്ടം നടത്തിയ കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രിയുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധിയിൽ തൃപ്തിയില്ലെന്നും കൂടുതൽ നിയമ നടപടികളിലേക്ക് മേൽക്കോടതിയെ സമീപിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും പല വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ചും കൃത്യമായ തെളിവുകൾ, ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ള ഈ കുറ്റങ്ങൾ സാധൂകരിക്കത്തക്ക തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയും ചെയ്തിരുന്നില്ല. മാത്രമല്ല, ഈ കേസിൽ 69 പേർ കൊല്ലപ്പെട്ട കേസിൽ 11 പ്രതികൾക്ക് മാത്രമാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തോട് അനുബന്ധിച്ചാണ് ഫെബ്രുവരി 28 മുസ്ലിം ജനവിഭാഗം കൂടുതലായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിന് BJP, ബജ്രംഗ് ദൾ, VHP പ്രവർത്തകർ ഉൾപ്പെട്ട സംഘം തീവെക്കുകയും 69 ചെയ്തിരുന്നത്. എന്നാൽ അന്വേഷണ സംഘം ആദ്യഘട്ടം നടത്തിയ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഇത് പ്രകോപനമില്ലാതെയും ഗൂഢാലോചന ഇല്ലാതെയും നടന്ന ഒരു ആക്രമണമായിരുന്നു. എഹ്സാൻ ജാഫ്രി വെടിയുതിർത്തതാണ് ഈ കലാപകാരികൾക്ക് തീവെപ്പിന് പ്രചോദനമായത് എന്നതുൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ നടത്തിയതും വലിയ വിമർശനങ്ങൾക്കിടയായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ ഉൾപ്പെടെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ഇതിൽ നരേന്ദ്രമോദി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇരകളുടെ അതല്ലെങ്കിൽ സാക്കിയ ജഫ്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഇതിന്റെ നിയമ പോരാട്ടം നീളാനാണ് സാധ്യത. തീർച്ചയായിട്ടും സന്തോഷം. 14 വർഷം നീണ്ട വിചാരണകൾക്കൊടുവിലാണ് ഇന്ന് അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയിൽ ഈ വിധി വരുന്നത്. പക്ഷേ ഇനി വീണ്ടും ഈ വിധി നിരാശാജനകമായിരുന്നുവെന്ന് ഇരകളടക്കമുള്ളവർ പ്രതികരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് വീണ്ടും നിയമ പോരാട്ടം, നീതിക്കായുള്ള പോരാട്ടം നീളുക തന്നെ ചെയ്യും. അപ്പോഴും ഈ ഇരകൾക്ക് നീതി ലഭിക്കുക എന്നത് ഇനിയും അകലങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടിയാണ് വരുന്നത്. മനു, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെയുള്ള സംസ്ഥാന പോലീസിന്റെ അന്വേഷണവും അതിനുശേഷം നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള വീഴ്ചകൾ കാണാൻ കഴിയും. ഒന്നാമതായി, ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് കുറച്ചുകൂടി ഈ കേസിൽ ഇതിന്റെ വിചാരണ വേഗത്തിലാവുകയും അല്ലെങ്കിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് ഊർജിതമായ പ്രവർത്തനം നടത്തുകയും എല്ലാം ചെയ്തിരുന്നത്. എങ്കിൽ കൂടിയും ഈ കേസുമായി ബന്ധപ്പെട്ടു തന്നെ സുപ്രീം കോടതി രാജു രാമചന്ദ്രനെ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇതെല്ലാം തമസ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഈ കേസിലെ പ്രമുഖരായ പ്രതികൾ എന്ന് അന്ന് പറഞ്ഞിരുന്ന നിരവധി BJP, അതോടൊപ്പം തന്നെ ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെല്ലാം തന്നെ കുറ്റവിമുക്തരായിരുന്നു. അവസാന ഘട്ടത്തിലും 66 പ്രതികൾക്കെതിരെയാണ് ഈ കേസിൽ കുറ്റം ചുമത്തപ്പെട്ടിരുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അതിൽ 32 പേരെയും വിചാരണ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. സ്വാഭാവികമായും അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. വരും നാളുകളിൽ ഇതിന്റെ നിയമ പോരാട്ടം തുടരുമ്പോഴും ഇത്തരത്തിലുള്ള തെളിവുകളുടെ അഭാവം വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. മനു, തീർച്ചയായിട്ടും എം സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിലെ കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് എഹ്സാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സാക്കിയ ജാഫ്രി മാധ്യമങ്ങളോട് പറഞ്ഞു. इतना सब लोगों के साथ उन्होंने ऐसा किया और बहुत बुरी तरह से उनको जलाया और सब ये किया. उसके बाद भी उनको 7 लोगों को 11 लोगों को वहाँ पर सजा दी है.
और उनको बाकी को छोड़ दिया है, ये मैं इससे संतोष नहीं, मुझे इससे संतोष नहीं। और फिर मुझे तैयारी करना पड़ेगी, क्या मेरे अपने बड़ों के साथ में, मेरे अपने वकीलों के साथ में फिर मुझे राय लेना पड़ेगी और फिर मुझे आगे बढ़ना पड़ेगा। ഗുൽബർഗ കൂട്ടക്കൊലക്കേസ് വിധിയിൽ നിരാശയുണ്ടെന്ന സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സദിൽവാദ്. ശിക്ഷ കുറഞ്ഞുപോയി. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ടീസ്റ്റ വ്യക്തമാക്കി. All in all, we welcome the judgment but are very disappointed. We are very disappointed in the lesser sentence. We had argued for exemplary life imprisonment for all the accused, all the 24 accused. We had made a strong case that where sections like 436 and 149 are applied and they are part of a willfully armed mob that was on the attack from 9 a.m. right up to 5 p.m. There is no reason for such leniency in sentence. In that sense, that is disappointing. We will appeal this. രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം തന്നെ UDF ചെയർമാൻ സ്ഥാനം കൂടി വഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങളുമായി മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, രമേശ് ചെന്നിത്തലയോട് തന്നെ UDF ചെയർമാൻ സ്ഥാനം കൂടി വഹിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഇക്കാര്യത്തിലുള്ള ആവർത്തിച്ചുള്ള നിലപാട് ഹൈക്കമാൻഡ് ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു. ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞിരുന്ന തടസ്സം ഇപ്പോഴും തുടർന്നു. അതിനാൽ തന്നെ UDF ചെയർമാൻ പദവി കൂടി പ്രതിപക്ഷ നേതാവായ സ്ഥിതിക്ക് താൻ തന്നെ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, നിലവിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് UDF ചെയർമാൻ പദവി പോലും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചിരിക്കുന്നു. അതിനാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് VM സുധീരനും ഇതിന് മാതൃക കാണിക്കണമെന്ന നിലപാട് ഇപ്പോൾ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സുധീരൻ അധ്യക്ഷ പദത്തിൽ തുടരുന്നത് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് വഴിവെച്ചതുപോലും KPCC നേതൃത്വത്തിന്റെ മുന്നൊരുക്കത്തിലെ വീഴ്ചയായിരുന്നു. KPCC അധ്യക്ഷനായതിനാൽ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരണമെന്ന നിലപാട് പരോക്ഷമായി തന്നെ ഹൈക്കമാൻഡ് മുമ്പാകെ AI ഗ്രൂപ്പുകൾ എന്തായാലും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ സുധീറിനെതിരെയുള്ള പടയൊരുക്കം AI ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇനി എന്ത് നിലപാട് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്നതാകും ശ്രദ്ധേയം. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം തുറന്ന ചർച്ച നടക്കും, ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം ഈ നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഈ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ച ഉമ്മൻചാണ്ടി നിൽക്കുമ്പോൾ അത് പരോക്ഷമായി സുധീറിനെതിരെയുള്ള സന്ദേശം, അതായത് തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഒരു പദവിയും വഹിക്കാൻ താൻ തയ്യാറല്ല. പക്ഷേ അതേപോലെ തന്നെ സുധീറിനും ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് പദവികളിൽ നിന്ന് സുധീറിനും ഒഴിയണം എന്ന് ഹൈക്കമാൻഡിന്റെ കൂടി മുന്നിലേക്ക് ഒരു സന്ദേശം വയ്ക്കുകയാണ് ഉമ്മൻചാണ്ടി. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചിരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരുന്ന നയത്തിൽ അംഗീകാരം നൽകാനാകില്ല. ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനം, ഭൂരിപക്ഷ അഭിപ്രായം തന്നെ വിവിധ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നിലനിൽക്കുന്നു. വിവിധ തലങ്ങളിൽ നേതാക്കൾ ദില്ലിയിലെത്തി ഇക്കാര്യം ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം K സുധാകരൻ അടക്കമുള്ളവർ ഈ നിലപാട് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ുള്ള നേതൃത്വം കോൺഗ്രസിന് വരണമെന്ന് K സുധാകരൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 3 നേതാക്കളെയും ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും രമേശ് ചെന്നിത്തലയെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും തിരക്കേറിയ മാരത്തൺ ചർച്ചകൾ മറ്റും നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിലപാടിനോട് ഹൈക്കമാൻഡ് യോജിക്കുകയായിരുന്നു. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലും ഈ നിലവിലെ നിലപാട് ഗ്രൂപ്പുകൾ ശക്തമായി തുടരുന്ന നിലപാടുകൾ ആവർത്തിച്ചു. ഇതിൽ ഹൈക്കമാൻഡ് തന്നെ നേതൃത്വം നൽകി KPCC നേതൃമാറ്റം അടിയന്തരമായി നടപ്പാക്കണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് മുമ്പാകെ നൽകിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പരോക്ഷമായി തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണം എന്നൊരു നിലപാട് ഇപ്പോൾ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കിയിരിക്കുകയാണ്. മനു, തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തന്നെ UDFന്റെ ചെയർമാൻ സ്ഥാനവും വഹിക്കും. അപ്പോൾ A ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധീറിനെ മാറ്റി ഉമ്മൻചാണ്ടി പറയുന്ന ആളെ നിയമിക്കുക, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുപ്പക്കാരെ നിയമിക്കുക എന്ന തന്ത്രത്തിലേക്കാവും ഇനി പോവുക, അല്ലേ മനു?
അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് എ ഗ്രൂപ്പും ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് വ്യക്തമാണ്. ഐ ഗ്രൂപ്പിൽ നിന്ന് പ്രതിനിധിയായി ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിലവിൽ രമേശ് ചെന്നിത്തലയുണ്ട്. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് തന്നെ ലഭിക്കണം എന്നൊരു നിലപാടാണ് എ ഗ്രൂപ്പിലെ നേതാക്കളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ ഈ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരാൾ നേതൃസ്ഥാനത്ത് വരുന്നതാണ് തിരിച്ചുവരവിന് നല്ലത് എന്ന് രമേശ് ചെന്നിത്തലയും കണക്കുകൂട്ടുന്നു. അതിനാൽ നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ശരി മനു, തീർച്ചയായിട്ടും മനു ശങ്കരനാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഇനി ജിഷ വധക്കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിക്ക് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ നൽകാൻ ഉമേഷ് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഉമേഷ്, 3 മണിക്ക് തന്നെ പ്രതിയെ പെരുമ്പാവൂരിലെ കോടതിയിൽ ഹാജരാക്കും. ഒപ്പം മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? പ്രതിയെ അവിടെ നിന്ന് കൊണ്ടുപോവുക എന്ന ഔപചാരികമായ നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. മനു, മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. മെഡിക്കൽ പരിശോധനയെല്ലാം തന്നെ രാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. 10:30 ആലുവ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം ആലുവ പോലീസ് ക്ലബ്ബിലെത്തി വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറോളം മെഡിക്കൽ സംഘം ഇതിനകത്ത് ആലുവ പോലീസ് ക്ലബിനകത്ത് ഉണ്ടായിരുന്നു. അവർ മടങ്ങിപ്പോയി. ഇനി 3 മണിക്ക് കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്ന നടപടി മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രതിയെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നായിരിക്കും പോലീസ് പ്രധാനമായും ആവശ്യപ്പെടുക. കാരണം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും അവശേഷിക്കുന്നു. അതിന് കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് 15 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. ഇതിനിടെ DGP ലോക്നാഥ് ബെഹ്റ ഇന്ന് ഉച്ചയോടെ, അതായത് 2 മണിക്ക് മുൻപായി തന്നെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം എത്തി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക. കാരണം തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ വലിയ സംഘർഷ സാധ്യത പെരുമ്പാവൂരിൽ ഉണ്ടാകും. അപ്പോൾ സുരക്ഷയും മറ്റും കരുതി അത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയതിന് ശേഷമായിരിക്കും തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോവുക. വലിയ പോലീസ് സേനയെ ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിലും മറ്റുമായി വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ മെഡിക്കൽ സംഘം ഇവിടെ വന്ന പരിശോധന നടത്താൻ തന്നെ കാരണം ഈ സംഘർഷ സാധ്യത ആണ്. സാധാരണഗതിയിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധന നടത്തുമ്പോൾ അത് ആശുപത്രിയിൽ ചെന്നാണ് നടത്തുക. എന്നാൽ ഇവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് വൈദ്യപരിശോധനാ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ഇന്ന് തന്നെ പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കുറവാണ്. കാരണം വൈകിട്ട് ആ സമയത്ത് അവിടെ ചെന്ന് തെളിവെടുപ്പ് നടത്തുക സുരക്ഷ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വീണ്ടും തിരിച്ച് ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെ ആയിരിക്കും എത്തിക്കുക. എന്നിട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അടുത്ത ദിവസം, അതായത് നാളെ ആയിരിക്കും ഇത്തരത്തിൽ വിശദമായ തെളിവെടുപ്പ് പെരുമ്പാവൂരിൽ ചെന്നുകൊണ്ട് നടത്തുക. എന്തായാലും ഇന്ന് ഇപ്പോൾ 3 മണിയോടെ തന്നെ, കൃത്യം 3 മണിയോടെ തന്നെ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകും. ഉമേഷാണ് വിവരങ്ങൾ ആലുവയിൽ നിന്നും പോലീസ് ക്ലബ്ബിൽ നിന്നും നൽകി. ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിയോടെ പെരുമ്പാവൂരിലെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ കോടതി പരിസരത്ത് നിന്നും അലക്സ് തത്സമയം ചേരുന്നുണ്ട്. അലക്സ്, ഈ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിന്റെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്ത്, പ്രത്യേകിച്ചും പ്രതി അവിടെ എത്തുമ്പോഴുള്ളൊരു കണക്കിലെടുത്ത് കോടതിയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോൾ ആളുകളൊക്കെ ഈ പ്രതി 3 മണിയോടെ എത്തും എന്ന വാർത്തകൾ കേട്ട് അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടോ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ 9 മണിയോട് തന്നെ പ്രതി അമീറുൽ ഇസ്ലാമിനെ ഈ പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞ് നിരവധി ജനങ്ങളാണ് കോടതി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് രാവിലെ കോടതി പരിസരത്തെത്തി ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് രാവിലെ അല്ല പ്രതിയെ ഇവിടെ ഹാജരാക്കുന്നത്. കാരണം രാവിലെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രതിയെ ഹാജരാക്കുന്നത് സംബന്ധിച്ച സമയം എപ്പോഴാണെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അത് 3 മണി എങ്കിലും ആകുമെന്നാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ചില അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. അതായത് ഇന്നലെ 5:30 മണിയോടുകൂടിയാണ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനകം, ഇന്ന് വൈകുന്നേരം 5:30 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്ന നിയമമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, സുരക്ഷാ പ്രശ്നം ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം പെരുമ്പാവൂർ നിവാസികൾ മാത്രമല്ല, പോലീസ് പറയുന്നതനുസരിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ആളുകൾ ഈ പ്രതിയെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നതിലേക്ക് ഒരുപക്ഷെ കോടതി പരിസരത്തേക്ക് എത്താം, പെരുമ്പാവൂരിലേക്ക് എത്താം എന്നൊരു നിഗമനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കോടതി പരിസരമാകെ ഒരു 1:30 മണി അടുക്കുമ്പോൾ കോടതി പരിസരമാകെ സമീപവാസികളും മറ്റു ജനങ്ങളെയും കൊണ്ട് നിബിഡമാണ്.
കേരളത്തെ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഈ കേസിലെ പ്രതി ആരാണെന്നറിയാൻ പ്രതിയുടെ മുഖം ഇതുവരെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടില്ല എന്നതും ജനങ്ങളെ ഈ പ്രതി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലെത്തിക്കുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അല്ലെങ്കിൽ ഉമേഷ് അവിടെ നിന്ന് തത്സമയം പറഞ്ഞതനുസരിച്ച് ഉമേഷ് പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എത്രമാത്രം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമേ പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കാവൂ എന്നൊരു നിയമമുണ്ട്. വൈദ്യപരിശോധന നടത്താൻ ആലുവയിലെ ആശുപത്രിയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂർ ആശുപത്രിയിലോ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അവിടേക്കൊന്നും ജനങ്ങൾ പ്രതിയെ കൊണ്ടുവരും എന്നത് ഭയന്ന പോലീസ് അവിടേക്കൊന്നും പോകാതെ മെഡിക്കൽ സംഘത്തെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 3 മണിയോടുകൂടെ തന്നെ കോടതി വളപ്പിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, റോപ്പ് ഉപയോഗിച്ച് പോലീസ് രാവിലെ തന്നെ ഈ സ്ഥലം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങൾ ഈ ഭാഗത്തേക്ക് കടക്കുന്നതിൽ നിന്ന് പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കും കോടതി പരിസരത്ത് ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ പോലീസ് സന്നാഹങ്ങൾ സുരക്ഷയ്ക്കായി കോടതി പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. മനു, തീർച്ചയായിട്ടും അലക്സ്, ഈ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസ് രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മൊത്തത്തിൽ നടുക്കിയ ജനവികാരം ഉയർത്തിവിട്ട ഒരു സംഭവം എന്ന നിലയിൽ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പൊതുവായ വികാരം എന്താണ്? ഒരു വലിയ ദേഷ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഈ പ്രതിക്കെതിരെ അത്തരത്തിലുള്ള വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. മനു, കഴിഞ്ഞ മെയ് 2 മുതൽ തന്നെ മാധ്യമങ്ങളെല്ലാം പെരുമ്പാവൂരിൽ ഉണ്ട്. അത്തരത്തിൽ നമ്മളും കഴിഞ്ഞ കുറേ ആഴ്ചകളായി പെരുമ്പാവൂരിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അത്തരത്തിലേക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പെരുമ്പാവൂരിൽ സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ നിരവധി ജനങ്ങൾ അല്ലെങ്കിൽ പരിസരവാസികൾ സ്വന്തം കാറുകളിൽ വന്ന് അവിടെ തന്നെ മാധ്യമങ്ങൾക്ക് തൊട്ടുപിന്നിൽ കാറുകൾ തന്നെ ഇട്ടുകൊണ്ട് നമ്മളോട് വന്ന് ചോദിക്കുന്ന അനുഭവമുണ്ട്. അതായത് പ്രതിയെ കൊണ്ടുവരുമോ, ഇപ്പോഴെങ്കിലും പ്രതിയെ എത്തിക്കുമോ, അത് രാത്രി 3 മണിക്കും 4 മണിക്കും വരെ അല്ലെങ്കിൽ വെളുപ്പാങ്കാലം ഈ സമയം വരെ നമ്മളോട് വന്ന് ചോദിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിയെ കാണാൻ ഇതാരാണ് ഈ കൊലപാതകം ചെയ്തെന്നറിയാൻ നാട്ടുകാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇതാരാണെന്ന് ജനങ്ങൾ കൃത്യമായി അറിയണം. അത്തരത്തിലേക്ക് ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെ ഇപ്പോൾ നിലവിൽ കോടതി പരിസരത്തെ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവർ ഇന്നും വന്ന് ചോദിച്ചത് പ്രതിയെ ഏത് സമയത്ത് എത്തിക്കും, ഇയാൾ തന്നെയാണോ പ്രതി, അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ നാട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ചെറിയ പരാതിയുമുണ്ട്. ഈ കൊലപാതകം നടന്ന ആദ്യ ദിവസങ്ങളിൽ പെരുമ്പാവൂർ നിവാസികളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ചെറിയ വാർത്തകളുണ്ടായി. അതിൽ അവർക്ക് പരിഭവമുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് കൊലപാതകം പോയി അല്ലെങ്കിൽ കൊലപാതകി അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നതറിഞ്ഞ ജനങ്ങൾ ഇവിടെ ഒരുപാട് പേർ സംഘടിച്ചെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 2 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് പെരുമ്പാവൂർ ഭാഗത്ത് മാത്രമായിട്ടുള്ളത്. അത്തരത്തിലേക്ക് ഈ ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു പൊതുവികാരവും രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കിയതിനു ശേഷം മാത്രമേ പോലീസ് പ്രതിയെ കോടതി പരിസരത്ത് എത്തിക്കുകയുള്ളൂ എന്നും നിസ്സംശയം പറയാൻ സാധിക്കും. മനു, ശരി. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത് കോടതി പരിസരത്ത്. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സന്തോഷ് നൽകും വിവരങ്ങൾ. സന്തോഷ്, വിശദാംശങ്ങൾ. ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗവും നാളെ മുതൽ 3 ദിവസം കേന്ദ്ര കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച സമഗ്രമായ വിലയിരുത്തലാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയത്തിന് യോജിച്ചതായിരുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലും നേരത്തെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന കമ്മിറ്റികൾ യോഗം ചേരുകയും തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തുകയും ചെയ്തത്. കേരള സംസ്ഥാന ഘടകവും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘടകവുമെല്ലാം യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗം റിപ്പോർട്ട് തയ്യാറാക്കി നാളെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. സന്തോഷ്, ലോക രക്തദാതാക്കളുടെ ദിനാചരണത്തോടനുബന്ധിച്ച് രക്തദാനം നടത്തിയവരെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ആദരിച്ചു. 100ാമത്തെ തവണ രക്തദാനം നടത്തിയ ബൈജു നെല്ലിമൂടിനെയും മറ്റ് നിരവധി ബ്ലഡ് ഡൊണേഴ്സിനെയും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പുരസ്കാരം നൽകി ആദരിച്ചു. രക്തദാന ചടങ്ങ് കെ ആൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ അഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്ന് MD അറിയിച്ചു. ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MB സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായകൽ കൈസർ തുടങ്ങിയവർ പങ്കെടുത്തു.